Heritage Walking Tour in Goa. Welcome to 1985 V5. ഗോവ 15 ദശലക്ഷം ജനസംഖ്യ. Capital Panaji. Language Konkani and Marathi. Fountains with colorful houses, buildings. A famous destination of Goa. രാമൻ നടത്തത്തിന് സിഗ്നൽ തന്നു. 1-2 മണിക്കൂർ നേരത്തെ നടത്തും. മനോഹരമായ പോർച്ചുഗീസ് ബോങ് ശൈലിയിലുള്ള കെട്ടിടങ്ങളും ആകർഷകമായ പഴയ വില്ലകളും, ഇരുമ്പ് ബാൽക്കണികൾ, നല്ല കളർഫുൾ ഹൗസസ്. ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റ്സ് നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആവുമ്പോൾ കേട്ടോ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കളറൊക്കെ അരോചകമായി തോന്നും. But it looks beautiful here. പണ്ട് പോർച്ചുഗീസ് ഈ നഗരത്തെ പാൻജിം എന്ന് വിളിച്ചു. സ്വതന്ത്രമായപ്പോൾ പനാജി എന്നായി. പോർച്ചുഗലിൻ്റെയും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഒരു മികച്ച മിശ്രിതം. അതാണ് ഗോവ. ഇന്ത്യൻ പോർച്ചുഗീസ് സംസ്കാരങ്ങളുടെ സംയോജനം. ദീർഘകാല പോർച്ചുഗീസ് ഭരണം പല രീതിയിലും സംസ്കാരത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പല പോർച്ചുഗീസ് പാരമ്പര്യങ്ങളും ഇന്നും ഗോവൻ സംസ്കാരത്തിൽ പ്രതിഫലിക്കുന്നു. വീടുകളിലും സ്ട്രീറ്റിലുമൊക്കെ നിറയെ ചെടികളുണ്ട്. മതിലുകളായി അങ്ങനെ കാണുന്നില്ല. They play the traditional brass band is brought here and they play it on that platform. So yes, and now imagine every house gets their turn every year to host the celebration. Now imagine my turn is this year, my next turn will come after 80 years. I have to wait for 80. ഗൈഡ് പറയുന്നതനുസരിച്ച് 80 വീടുകളാണ് ഈ സ്ട്രീറ്റിൽ. ഒരു ചാപ്പലുണ്ട്. കിണറിന് മുകളിലേക്ക് കയറിയാൽ ഈ വീടുകളിൽ പലരും ഇവിടെ താമസമില്ല. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡിസംബർ 25-നും കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഇവിടെ എത്തും ചാപ്പലിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ. ഓരോ തവണയും ഓരോ വീട്ടുകാർക്കാണ് ടേണായി വരുന്നത്. യുവതലമുറയിലുള്ളവരാണ് ഓരോ ടേണിലും വന്ന് ഈ ആഘോഷത്തിന് നേതൃത്വം നൽകേണ്ടത്. നല്ലൊരു സങ്കല്പം പ്രാവർത്തികമാക്കുന്നുണ്ടല്ലോ. റിയലി ഗ്രേറ്റ്.
പുരാതന പള്ളികൾ, ചാപ്പൽസ്, മ്യൂസിയം എന്നിവ കൊണ്ട് സമ്പന്നമായ നഗരം. ജനങ്ങൾ സമാധാനപ്രിയരും വിനോദപ്രിയരും വിശ്രമം ഇഷ്ടപ്പെടുന്നവരും. കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഒരു സവിശേഷ മിശ്രിതം. എല്ലാം കൊണ്ടും റിച്ചായ ഒരു സ്റ്റേറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു all.